നടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ ദുബായിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന നിർമ്മാതാവും നടനുമായ വിജയ് ബാബു മറ്റൊരു രാജ്യത്തേക്ക് കടന്നു എന്ന് സൂചന. പിടികിട്ടാപ്പുള്ളികളെ കൈമാറാൻ ഉടമ്പടിയില്ലാത്ത രാജ്യത്തേക്ക് കടന്നു എന്നാണ് സൂചന. വിജയ് ബാബുവിന്റെ പാസ്പോർട്ട് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് റദ്ദാക്കിയിരുന്നു. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, നിയമത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത തരത്തിലാണ് ആദ്യം മുതൽ തന്നെ വിജയ് ബാബു പെരുമാറിയിരുന്നത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒളിച്ചോടുന്ന തരത്തിൽ മറ്റേതോ ഒരു രാജ്യത്തേക്ക് കടന്നിരിക്കുന്നു എന്ന സൂചന വരുന്നു. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നേരത്തെ കേസ് ഉണ്ടായതിന് പിന്നാലെ വിജയ് ബാബു കേരളത്തിൽ നിന്നും ദുബായിലേക്ക് കടന്നു എന്നുള്ളതായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും ഇന്റർപോളിന്റെയും സഹായത്തോടുകൂടി വിജയ് ബാബുവിനെ നാട്ടിലെത്തിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വിജയ് ബാബുവിനെ എത്തിക്കുന്നതിന് ചില സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായത്. ഇതിന് പിന്നാലെ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വിജയ് ബാബുവിൻ്റെ പാസ്പോർട്ട് റദ്ദാക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിജയ് ബാബു ദുബൈയിൽ നിന്നും, അതായത് അന്വേഷണ സംഘത്തിൻ്റെ ഇത്തരമൊരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് വിജയ് ബാബു ദുബൈയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് കടന്നുവെന്നുള്ള സൂചനകൾ പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയപ്പെടുന്നത് ഇന്ത്യയുമായി കുറ്റവാളികളെ കൈമാറുന്നതടക്കമുള്ള ഉടമ്പടിയില്ലാത്ത രാജ്യത്തേക്കാണ് വിജയ് ബാബു കടന്നിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. സ്വാഭാവികമായും വിജയ് ബാബുവിൻ്റെ ജാമ്യാപേക്ഷ നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് വിജയ് ബാബുവിൻ്റെ അഭിഭാഷക സംഘം ഉള്ളത്. ഇത്തരത്തിൽ ജാമ്യ നടപടികൾ പുരോഗമിക്കുന്നതിനിടയിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയെത്താമെന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് വിജയ് ബാബു. എന്നാൽ വിജയ് ബാബുവിനെ എന്ത് വില കൊടുത്തും കസ്റ്റഡിയിലെടുക്കുക എന്നുള്ള ഒരു നീക്കത്തിലായിരുന്നു അന്വേഷണ സംഘം. എന്നാൽ ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് വിജയ് ബാബു ഇപ്പോൾ ദുബൈയിൽ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് മാറിയിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ വിജയ് ബാബുവിൻ്റെ പാസ്പോർട്ട് റദ്ദാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിസയും സ്വാഭാവികമായും റദ്ദ് ചെയ്യപ്പെടും. അതുകൊണ്ട് തന്നെ ദുബൈയിൽ നിന്നും നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കത്തിനാണ് ഇപ്പോൾ തിരിച്ചടിയായിട്ടുള്ളത്. ശരി, എന്തായാലും ഇപ്പോൾ വരുന്ന വിവരങ്ങൾ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. വിജയ് ബാബുവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ഇപ്പോൾ മറ്റൊരു രാജ്യത്തേക്ക് കടന്നിരിക്കുന്നുവെന്ന വിവരങ്ങളാണ് വരുന്നത്. സനോജ് സുരേന്ദ്രനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.